നമസ്കാരം, ഞാൻ ജോയിക്കുട്ടി, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീഷണർ. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് പോസിറ്റീവ് ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പോസിറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസും മനുഷ്യരാശിയിൽ വരുത്തുന്ന ഗുണങ്ങളും ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഈ വികാരങ്ങളുടെ പ്രഭവസ്ഥാനം, യഥാർത്ഥ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ലിംബ് സിസ്റ്റവും ശരീരത്തിലെ ഹോർമോണുകളുമാണ്. നമ്മൾ ഈ ഹോർമോണുകളെക്കുറിച്ചോ ലിംബ് സിസ്റ്റത്തെക്കുറിച്ചോ ന്യൂറോണുകളെക്കുറിച്ചോ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഈ പോസിറ്റീവ് ഇമോഷൻസ് നമുക്ക് ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പരാജയങ്ങളിലൂടെ ആയിരിക്കും നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ശാരീരികമായും മാനസികമായുമുള്ള ധാരാളം വെല്ലുവിളികളെ നമ്മൾ നേരിടേണ്ടി വരും. നമുക്കറിയാം, പോസിറ്റീവ് ഇമോഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഉറവിടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മുടെ സന്തോഷം, നമ്മുടെ പ്രത്യാശ, പ്രതീക്ഷ, ആനന്ദം, നമ്മുടെ പഠനം, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് പരാജയങ്ങളായിരിക്കും സംഭവിക്കുന്നത്. നമുക്കറിയാം, ഹാപ്പി ഹോർമോണുകളെ കുറിച്ച് നമുക്കറിയാം. ഡോപ്പമൈൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഇങ്ങനെയുള്ള ഈ ഹാപ്പി ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ അത് പ്രകൃതിദത്തമായി നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സൃഷ്ടിക്കും. ഇന്ന് ഇതിനുവേണ്ടി നമ്മൾ മരുന്നും മറ്റ് ചികിത്സാവിധികളും നേടി നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് പോകുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം വിജയപ്രദമാകും? നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ, നമ്മുടെ ജീവിതശൈലി കൊണ്ട് തന്നെ ഇവ നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഉത്കണ്ഠകളും പരാജയഭീതിയും ഭയങ്ങളും ദേഷ്യവും അക്രമവാസനകളും എല്ലാം കടന്നു വരുന്നുവെങ്കിൽ നമ്മളിലെ ഈ ഹോർമോണുകളുടെ വ്യതിയാനമാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇത് നേടിയെടുക്കുന്നത് നമ്മൾ ഒരു മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ടല്ല. ഇതിനുവേണ്ടി നമ്മൾ യത്നിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങണം. സൂര്യൻ്റെ പ്രകാശം നമ്മുടെ ദേഹത്ത് തട്ടണം. നമ്മൾ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവരുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. മറ്റുള്ളവരെ നമ്മൾ കൂടുതൽ സ്നേഹിച്ച് അവരുമായി നല്ല ഒരു അടുപ്പത്തിൽ ജീവിക്കണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം നമ്മുടെ ശാരീരികമായ വ്യായാമം, നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ നടക്കുമ്പോൾ പോലും അതിലൂടെ തന്നെ നമുക്ക് ഹോർമോണിൽ വ്യത്യാസം വരികയാണ്. നമ്മളുടെ മനസ്സിൻ്റെ നിലയിൽ മാനസിക ശക്തി വർദ്ധിക്കുകയാണ്. ഇന്ന് മൈൻഡ്ഫുൾനെസ്, വെൽനെസ് എന്ന പേരുകളിലുള്ള പല പ്രസ്ഥാനങ്ങളും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല മെഡിറ്റേഷൻ, നല്ല യോഗ, ഇതെല്ലാം ഇങ്ങനെയുള്ള നമ്മുടെ പോരായ്മ, ശാരീരികമായും മാനസികമായും ഉള്ള പോരായ്മകളെ നികത്തുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം, നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുക, നമ്മൾ ജോലി ചെയ്യുക, നമ്മൾ കളിക്കുക, നമ്മൾ പഠിക്കുക, നമ്മൾ തീഷ്ണതയോടെ ഓരോ കാര്യങ്ങളിലും പങ്കെടുക്കുക, കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുക, ക്ലാസ്സിൽ സുഹൃത്തുക്കളുമായിട്ടും മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടും സംസാരിക്കുക. നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനായിട്ട് നമ്മിൽ തന്നെയുള്ള കഴിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതല്ലാതെ നമ്മൾ ഒതുങ്ങിക്കൂടി കഴിയുമ്പോൾ നമ്മളിലെ എല്ലാവിധമായ നമ്മുടെ കഴിവുകളും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്.
നമ്മളിലെ ഈ നെഗറ്റീവ് ഇമോഷൻസ് വരുത്തി വെക്കുന്ന ഭവിഷ്യത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ, അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞതിലുപരിയായിട്ട് നമ്മൾ മറ്റുള്ളവരുമായി ഉള്ള സമ്പർക്കം കൂട്ടുക, നല്ല ഇടപെടലുകൾ ഉണ്ടാകുക, മറ്റുള്ളവരെ കരുതുക, സ്നേഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, പ്രകൃതിയിലേക്ക് ഇറങ്ങുക, ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക, കൃതജ്ഞതയോടെ മറ്റുള്ളവരെ കാണുക, നന്ദി ഉള്ളവരായി മാറുക. ഓരോ ദിവസവും മൂന്ന് എണ്ണമെങ്കിലും 3 കൃതജ്ഞത, നന്ദി നമ്മൾ രേഖപ്പെടുത്തി നമ്മൾ സൂക്ഷിക്കുക. ഇതിലൂടെ നമ്മുടെ ഹോർമോണുകൾ, നമ്മുടെ ചിന്തകളിൽ ഒക്കെ വലിയ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ പോസിറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും നമ്മുടെ പഠനത്തെയും നമ്മുടെ ജോലിയെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം മാറ്റിമറിക്കും എന്നത് വ്യക്തമാണ്. അതിനുള്ള പ്രയത്നം നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അതിന് നമുക്ക് കഴിയും. അതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്.